അങ്ങനെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നു. ഒരുപാട് വലിയ പ്രചരണത്തിനൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയമില്ലാത്ത വിധം ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് വന്നത് തന്നെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സജീവമായിരിക്കുന്ന പ്രവർത്തന രംഗത്ത് എല്ലാ വിഭാഗം മുന്നണികളും പാർട്ടികളും ഇറങ്ങുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ പോസ്റ്ററും നോട്ടീസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തു. വളരെ കുറഞ്ഞ കാലത്തിൽ ഇത്രയേറെ പ്രചരണം നടത്തിയതും ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. മെയ് 4 അതിൻ്റെ റിസൾട്ട് വരും. അതിനുവേണ്ടി കേരളം കാതോർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ടിനോടനുബന്ധിച്ച് ചില മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അഥവാ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അന്വേഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവസാനത്തെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത് ഔക്കാദർ കുട്ടി നെഹായാണ്. 1983 മുതൽ 87 വരെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ 83 ശേഷം നോക്കുന്ന സമയത്ത് ഏകദേശം 10-40 വർഷത്തിനിടയിൽ പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. വലത്തോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ LDFിൻ്റെ ഭരണം ഏറെക്കുറെ അവസാനിക്കും. ഇനി UDFിൻ്റെ പുതിയ വസന്തകാലം വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് സൗജന്യമായിരിക്കുന്ന ബസ് യാത്ര. കർണാടക പോലെയുള്ള സ്ഥലത്ത്, കർണാടക, തമിഴ്നാട്, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനം 4-5 സംസ്ഥാനങ്ങൾ അത് പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. അത് വലിയൊരു ആശ്വാസം ഉണ്ടാകുന്നതാണ്. പിന്നീട് തൊഴിൽ രംഗത്ത് 5 ലക്ഷം രൂപ പലിശരഹിത ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, 25 ലക്ഷത്തോളം ഇൻഷുറൻസ് പരിരക്ഷ, പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ സ്റ്റേറ്റ്മെൻ്റായിട്ട് കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട 5 അതിൻ്റെ തുടർച്ചയായതിൽ ഒരുപാട് ഈ വിജയിച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നടപടിക്രമത്തിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചാറ്റ് GPT ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 87 സീറ്റ് UDFിന് ലഭിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 100നോടനുബന്ധിച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് പറയുന്നത് 75-95 ആ റേഞ്ചിലാണ്. 87 ഏറെക്കുറെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലാണ് അവരത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ നടത്തപ്പെട്ട ഒരുപാട് സർവേയിലും ഒരുപാട് അഭിപ്രായ നിലപാടിലും രാഷ്ട്രീയ ഈ ചാനലുകാർ നടത്തപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിമുഖത്തിലുമെല്ലാം UDFിലേക്ക് നീങ്ങുന്നു. അത് ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ LDFിൻ്റെയും UDFിൻ്റെയും മുഖത്തുണ്ടാകുന്ന ആ പ്രതീക്ഷകൾ നോക്കുന്ന സമയത്ത് തന്നെ UDFിലേക്കാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഉറ്റുനോക്കുന്നതിൽ ഏറ്റവും വലുത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നയങ്ങളും നിലപാടും. അവരിപ്പോൾ മത്സരിക്കുന്നത് 27 സീറ്റിലാണ് മത്സരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 27 സീറ്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 15 ഇടത്ത് ജയിച്ചു. അതിൻ്റെ മുമ്പത്തെ 2016 18 സീറ്റിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റ് കുറവാണ്. 2021 15, 2016 18, 19 സീറ്റ് വരെ ലീഗ് നേടിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അത് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മഞ്ചേശ്വരം, കാസർഗോഡും, മഞ്ചേശ്വരമൊക്കെ എല്ലാ കാലത്തും വിവാദമാകുന്ന വിഷയമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ SDPIയുടെയും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് ഒന്നായതുകൊണ്ട് SDPI അതിന് പിന്മാറി. അതുമായി ബന്ധപ്പെട്ട് അവർ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും മഞ്ചേശ്വരവുമായിട്ട് ബന്ധപ്പെട്ട് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ സാധാരണഗതിയിൽ അവിടെ ചെയ്യാറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പോലും ലീഗിന് വോട്ട് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഐക്കോട്, കുറ്റ്യാടി, പേരാമ്പ്ര, കൊടുവള്ളി, കുന്നമംഗലം, തിരുവമ്പാടി, ഏറനാട്, വേങ്ങര, കളമശ്ശേരി, മണ്ണാർക്കാട്, ഗുരുവായൂർ, കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, മഞ്ചേരി, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ, കൂത്തുപറമ്പ്, കോഴിക്കോട് സൗത്ത്, ഗുരുവായൂർ, അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ 27 സീറ്റിൽ ഇതിൽ 24 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. 20 മേലെ കിട്ടിയാൽ അത് ഹാട്രിക്കാണ്. 19 വരെ ലീഗ് നേടിയിട്ടുണ്ട്. 20 മേലെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിസ്ഥാനത്തെക്കുറിച്ചൊക്കെ ആന്തരികപരമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കോൺഗ്രസിനും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുള്ള
അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും സീറ്റ് കിട്ടുന്ന രീതിയിലുള്ള മുന്നേറ്റം അവിടെ കാണുന്നുണ്ട്. കേരള കോൺഗ്രസിനും അങ്ങനെ UDF സംവിധാനത്തോടൊപ്പമുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഏകദേശം 14 മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളിടത്തേക്കും കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഈ എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അത് മുൻപ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വിലയിരുത്തിയിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. 20 സീറ്റിൽ 18 UDFിനാണ്, 1 മാർക്സിസ്റ്റ് പാർട്ടിക്ക്, 1 BJP. തൃശ്ശൂർ BJP ആ തരത്തിലാണ് പോയത്. അപ്പോൾ വലിയ മുന്നേറ്റം ഉള്ളവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടായി എന്നൊരു പ്രത്യേകതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അതിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് 100ഓളം സീറ്റ് വളരെ എളുപ്പത്തിൽ UDFിന് ലഭിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ വിജയ മുന്നേറ്റം ഉണ്ടായത്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമയത്ത് ഈ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുടെ ഹൈക്കോടതിയിലൊക്കെ കേസ് പോയതാണ്. ഒരുപാട് ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിച്ചുകൊണ്ടോ അവരുമായിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ ഈ സീറ്റ് വിഭജനം ഏറെക്കുറെ LDFിന് അനുകൂലമായി വിജയിക്കാനുള്ള സാധ്യതയിലേക്കൊക്കെ മാറ്റത്തിരുത്തലുകളൊക്കെ ചെയ്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷമായിരിക്കുന്ന UDFിനാണ് വലിയ മുന്നേറ്റം ഉണ്ടായത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വലിയ ചർച്ചാ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുന്നേറ്റം, ഈ വലിയ രീതിയിലുള്ള വിജയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പിന്നീടും ഇപ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചാ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും എവിടെയെങ്കിലും അതായത് നിയോജക മണ്ഡലം ബേസ് ചെയ്തുകൊണ്ട് ഓരോരോ നിയോജക മണ്ഡലം പ്രത്യേകമായി പരിശോധിച്ചുകൊണ്ടുള്ള കണക്കെടുപ്പ് കാര്യങ്ങൾ 2 പാർട്ടിയുടെ മുന്നണികളും ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് LDFിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പരാജയം ഉണ്ടാകുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ മുന്നോട്ട് വെക്കപ്പെട്ട നയങ്ങളും നിലപാടുകളും അത്ര കണ്ടൊന്നും സ്വീകാര്യമായിട്ടില്ല. മദ്യവിരുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വന്നതാണ്. മദ്യനിരോധനത്തിനപ്പുറം അതിനെക്കുറിച്ചിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ തൊടാത്ത രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ബാറുകളുടെ എണ്ണം കൂടി എന്ന് മാത്രമല്ല ഈ തൊഴിൽ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള വിഷയകാര്യങ്ങൾ ഉണ്ടായതെല്ലാം ഇതിന് സാരമായിട്ട് ബാധിക്കപ്പെട്ടു. അതിനപ്പുറം ഇപ്പോൾ ചില പത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലുകാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയൊരു തലമുറ, ഇപ്പം വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതിലെ പുതിയ തലമുറക്ക് പ്രത്യേകമായ രീതിയിൽ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നിലപാട് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ പ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, ആ പ്രഖ്യാപനത്തിൽ ഊന്നിയ അല്ലെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രഖ്യാപനം UDFിൻ്റെ ഭാഗത്താണ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യമായിരിക്കുന്ന ബസ് യാത്ര എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ പ്രാധാന്യമുള്ളതിന് അനുകൂലമായ രീതിയിൽ പുതിയ തലമുറ വോട്ട് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അത് SIRുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു വിഷയം എന്ന് പറയുന്നത് വിദേശത്തുള്ള പ്രവാസികളായിരിക്കുന്ന ആൾക്കാർ കൂട്ടത്തോടു കൂടി വോട്ട് ചെയ്യാൻ വരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്നതിനോടനുബന്ധിച്ച് അത്തരം ആളുകൾക്ക് അതായത് വിമാന സർവീസ് വലിയ നിയന്ത്രിക്കപ്പെടുകയും വിമാനത്തിൻ്റെ റേറ്റ് വല്ലാത്ത രീതിയിൽ കൂടുകയും ചെയ്തു. ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു SIRുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്ത ഒരുപാട് പ്രവാസികളുണ്ട് എന്നുള്ളത് SIRുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്തവർ, ഇതുവരെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ, വോട്ടർ ലിസ്റ്റിൽ എന്തിനാണ് പേര് എന്ന് ചോദിക്കുന്നവർ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാകുക എന്ന് മാത്രമല്ല വോട്ട് ചെയ്യുക എന്നുള്ളത് പോലും നിർബന്ധമാണ്. അതുപോലും ഈ ഇപ്പോഴത്തെ SIRുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇനി വരാൻ പോകുന്ന 10-20 വർഷം കഴിഞ്ഞാൽ 2026 വോട്ട് രേഖപ്പെടുത്തിയതും വോട്ടർ ലിസ്റ്റിൽ പേരുള്ളതും ഒരു പക്ഷേ വളരെ പ്രാധാന്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ആളുകൾ ഇത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നീങ്ങുക എന്നൊക്കെ തോന്നിയിട്ട് വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളും ഈ വോട്ട് ചെയ്യാത്തവരും ഈ പ്രാവശ്യം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊരു നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ 2-3 ഘടകങ്ങളിൽ ഒന്ന് പ്രവാസികളാണ്, രണ്ടാമത്തെ പുതിയ വോട്ടാണ്, മൂന്നാമത്തത് SIRുമായിട്ട് ബന്ധപ്പെട്ട വോട്ടാണ്. ആ 3 കാറ്റഗറിയിലേക്ക് ഇത് മാറ്റും. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളും.
പിന്നീട് അവരെ സമ്മർദ്ദത്താൽ, പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അവരെ സമ്മർദ്ദത്താൽ എത്രത്തോളം വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവരും ഇതെല്ലാം ഇതിൻ്റെ പ്രധാന ഘടകമാണ്. ചില ചാനലുകാരൊക്കെ ഏകദേശം 6 തരത്തിൽ ഈ വോട്ടിൻ്റെ പാറ്റേണിനെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്ന് പുതുതലമുറ വരും, രണ്ട് SIR ആയിട്ട് ബന്ധപ്പെട്ട് വരും, രാഷ്ട്രീയ പാർട്ടികൾ വരും, അവരുടെ പ്രവർത്തനവും പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും, പ്രവാസികൾ എന്ന് പറയാം, പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രവാസികൾ നിർദ്ദേശിക്കുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളും ബന്ധപ്പെട്ടവരും വോട്ട് ചെയ്യുന്നത് ഇതിൽ നിർണായകമാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് UDF ചരിഞ്ഞ് വീണിരിക്കുന്നു എന്നുള്ളതും UDF ഭരണത്തിൽ വരുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്ന് ഏറെക്കുറെ 1-2 ചാനലൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു 10% മാറ്റില്ല, 95%ത്തിൻ്റെയും കാഴ്ചപ്പാടുകളും നിലപാടുകളും അഭിപ്രായങ്ങളും ഇങ്ങനെ തന്നെയാണ്. മാത്രമല്ല LDFൻ്റെ അഭിപ്രായവും ഈ പ്രാവശ്യം UDF ഭരണം പോകുന്നത് എന്നാണ് അവരുടെ നിലപാട് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.